CPM-ലെ സൗമ്യനായ മുഖമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല. ആഭ്യന്തരമന്ത്രിയായിട്ടും പാർട്ടി സെക്രട്ടറിയേറ്റുമൊക്കെ തിളങ്ങിയ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനെ പോലും അന്ന് വരച്ച വരൽ നിർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു. ഒടുവിൽ മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലോ പാർട്ടി ആസ്ഥാനമായ AKG സെൻറ്ററിലോ അർഹിക്കുന്ന അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം നൽകിയില്ല എന്നത്തെ ചർച്ചകളൊക്കെ ഇന്ന് ചർച്ചാ വിഷയമല്ല. അതിൻ്റെ ഉത്തരവാദികൾ ഇന്നത്തെ പാർട്ടി നേതാക്കളാണെന്നതിലും കോടിയേരിയുടെ പാർട്ടി കുടുംബം ഒരക്ഷരം പോലും മിണ്ടിയിരുന്നുമില്ല. എന്നാൽ കോടിയേരി വിടവാങ്ങി 4 വർഷം പിന്നിടുമ്പോൾ പരോക്ഷ വിമർശനമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോടിയേരിയുടെ മരണശേഷം CPM ഉന്നത നേതൃത്വത്തിൽ നിന്നും നേരിട്ടത് ക്രൂരമായ അവഗണന എന്നാണ് വിനോദിനി പറയുന്നത്. ആവശ്യത്തിന് വിളിച്ചാൽ ഒരു PB അംഗം ഫോൺ പോലും എടുക്കില്ല. തങ്ങളെ നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. അങ്ങനെയാണ് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി പറയുന്നത്. കോടിയേരി വിട്ടുപോയതിനു ശേഷം പാർട്ടി നേതൃത്വത്തിലുള്ളവരുടെ സമീപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല, നീ ഓക്കെ ആണോ, ഞങ്ങൾക്ക് കൂടെയുണ്ട് എന്നുപോലും പറയാൻ ഒരു പാർട്ടി നേതാവ് പോലും ഉണ്ടായിട്ടില്ല. സാധാരണ നേതാക്കളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചില വലിയ നേതാക്കളെക്കുറിച്ചാണെന്നും വിനോദിനി ചൂണ്ടിക്കാട്ടുന്നു. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും സമയമില്ലാത്ത തോന്നാത്ത കാലമായിപ്പോയെന്ന് ഇപ്പോഴാണ് വിനോദിനി ഓർമ്മിച്ചെടുക്കുന്നത്. പാർട്ടിയിലൊരു പ്രധാന നേതാവിനെ താൻ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ച് വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കണമെന്നായിരിക്കും വിളിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം കരുതിയത്. PBയിലെ ആ നേതാവ് ആരാണ്, പിണറായി വിജയനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു വിനോദിനിയുടെ ഞെട്ടിക്കുന്ന ഉത്തരം. പേര് പറയാത്ത ആ നേതാവ് പിണറായി വിജയനായിരിക്കുമെന്ന് വായനക്കാർ സ്വാഭാവികമായും ചിന്തിക്കും എന്ന ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് അല്ല എന്ന് വീണ്ടും വിനോദിനി മറുപടി പറയുന്നു. വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. താൻ ഉദ്ദേശിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ മറ്റൊരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന CPM-ൻ്റെ ഒരു ഉന്നത നേതാവിനെ കുറിച്ചാണെന്ന് വിനോദിനി വീണ്ടും പറയുന്നു. ചത്തത് കീച്ചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ്. അതെ, ആ നേതാവ് മറ്റാരുമല്ല, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെയാണ്. കോടിയേരിയുടെ മരണത്തിനു ശേഷം അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും തന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. ഇക്കാലത്തിനിടയിൽ വല്ലപ്പോഴും താൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും എടുക്കാറുമില്ല, തിരികെ വിളിക്കാറുമില്ല എന്നാണ് MV ഗോവിന്ദനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോൾ കോടിയേരിയുടെ ഭാര്യ തുറന്നടിക്കുന്നത്. ഓർക്കണം, കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി ED കേസിൽ അകപ്പെട്ടപ്പോൾ പാർട്ടി അംഗത്വം എന്ന് എടുത്തു കളഞ്ഞു. 4 വർഷം ബിനീഷ് ആ അംഗത്വം പുതുക്കാനായി ഓടി നടന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടും അംഗത്വം പുതുക്കി നൽകിയില്ല. എല്ലാവരും വിചാരിച്ചത് പിണറായി വിജയനാണ് എതിര് നിൽക്കുന്നതാണ്. ഒടുവിൽ പാർട്ടിയുമായി അകന്ന് സൈബർ യുദ്ധം തുടരുകയായിരുന്നു ബിനീഷ്. പിന്നീട് പിണറായി വിജയൻ്റെ വീട്ടിൽ ED എത്തിയപ്പോൾ അവിടെ പ്രതിഷേധിക്കാനെത്തി ബിനീഷ്. പിന്നാലെ പിണറായി വിജയൻ ഇടപെട്ടാണ് ബിനീഷിന് ഈ അംഗത്വം ഒരാഴ്ച മുമ്പ് പുനഃസ്ഥാപിച്ചു കൊടുത്തത്. അപ്പോൾ പാർട്ടിയുടെ തോൽവിക്കും പാർട്ടിയുടെ പിണറായി വിജയൻ്റെ വീടിന് മുന്നിലുള്ള അക്രമത്തിലൊക്കെ പ്രതിസ്ഥാനത്ത് മറ്റാരുമല്ല, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, സാക്ഷാൽ പാർട്ടി സെക്രട്ടറി തന്നെയാണ്. MV ഗോവിന്ദന് ഇനി ആ സ്ഥാനത്ത് തുടരാൻ ഒരു അർഹതയുമില്ലെന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമായ വികാരം ഉയരുകയാണ്. CPM-നെ 10 വർഷത്തെ ഭരണത്തിൽ നിന്നും ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത തകർച്ചയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത്, പിടിച്ചിട്ടതിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് കാര്യമായ പങ്കുണ്ട്. അങ്ങനെ നേതൃത്വം മാറണം. ശരിക്കും വിവിധ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറണമെന്നല്ല. അതൊക്കെ ഒരു നെഗറ്റീവായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനേക്കാൾ മാറുന്നതിനേക്കാൾ എത്രയും വേഗം CPM-ൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും MV ഗോവിന്ദൻ മാറണമെന്നാണ് ഇപ്പോൾ വിവിധ ഘടകങ്ങൾ പാർട്ടിയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ആവശ്യപ്പെടുന്നത്. കണ്ണൂരിൽ വിമതനാക്കിയ T ഗോവിന്ദൻ ജയിച്ചു വന്നു. സ്വന്തം ഭാര്യയെ മത്സരിപ്പിക്കാനിറക്കി, അതിലും TK ഗോവിന്ദൻ പണി കൊടുത്തു. അന്ന് തൊട്ട് MV ഗോവിന്ദനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ തലയിൽ ചാർത്തി. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ വ്യക്തമായി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് മറ്റാരും ആകില്ല, പിണറായി വിജയൻ തന്നെ ആകുമെന്ന്. അത് പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരമല്ലെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. MV ഗോവിന്ദന് തൻ്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം സംരക്ഷിച്ചു നിർത്തണം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞാൽ അദ്ദേഹം അടുത്തതായി വന്നിരിക്കുക MLA സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞാലും MLA സ്ഥാനം കൈവശം കൊണ്ട് നടന്നാലും അദ്ദേഹം വന്നിരിക്കുക പാർട്ടി സെക്രട്ടറി എന്ന ആ കസേരയിലാകും. അവിടെ കസേരയിൽ നിന്നും തൂക്കിയെടുത്ത് മാറ്റുക MV ഗോവിന്ദനെയാണ്.
ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ തന്ത്രപരമായ ഒരു കളിയാണ് എം.വി. ഗോവിന്ദൻ ഇവിടെ നടത്തിയത്. പഴിയെല്ലാം പിണറായി വിജയൻ്റെ തലയിൽ കൊണ്ടുവച്ച് ഒറ്റയ്ക്ക് പിണറായി വിജയനെ കുറ്റക്കാരനാക്കി പാർട്ടിയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ താൻ പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനാണെന്ന് തെളിയിക്കുകയായിരുന്നു. അപ്പോഴാണ് കോടിയേരിയുടെ കുടുംബമടക്കം ഇപ്പോൾ രൂക്ഷ വിമർശനം ഈ PB അംഗത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിവിധ ജില്ലാ ഘടകങ്ങളും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തകർന്നടിഞ്ഞത് എന്ന മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് പാർട്ടിയിലെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.